എനിക്ക് ഡെയിലി ഇങ്ങനെ കേൾക്കുമ്പോഴത്തേക്ക് എനിക്ക് സ്ട്രെസ്സാണ്. എനിക്ക് സ്ട്രെസ്സെന്ന് വെച്ചാൽ അമ്മൂമ്മയ്ക്ക് എന്തോ അപ്പൂപ്പം മരിച്ചതിന് ശേഷം അമ്മൂമ്മയ്ക്ക് എന്തെങ്കിലും പറ്റുമോ, അമ്മൂമ്മ ഒറ്റയ്ക്കായിപ്പോയി. കാരണം ഈ നിൽക്കുന്ന ആൾക്കാരൊന്നും അങ്ങനെ സ്ഥിരമായിട്ട് നിൽക്കുന്നില്ല. അവർ വന്നിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് പോവും. പിന്നെ അമ്മൂമ്മയുടെ കുറച്ച് സാധനം അമ്മൂമ്മയ്ക്ക് സ്റ്റെപ്പൊന്നും കയറി പോകാൻ പറ്റത്തില്ല. അപ്പോൾ അമ്മൂമ്മ മുമ്പേ അപ്പൂപ്പ ഉള്ള സമയത്ത് ഒരു സാധനം കൊണ്ടുപോയി ഒന്ന് രണ്ട് സാധനങ്ങൾ പുതിയത് കൊണ്ടുപോയി മേലിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വരുന്നതിന് തൊട്ട് മുമ്പേ താഴെ കൊണ്ടുവരാൻ നോക്കിയപ്പോഴത്തേക്ക് ആ പുതിയ സാധനങ്ങളൊക്കെ അവരടിച്ചുകൊണ്ട് പോയായിരുന്നു, ഈ ക്ലീൻ ചെയ്യാൻ വന്നവരൊക്കെ. കാരണം വേറെ ആരും ആ വീട്ടിൽ വരാറില്ല. എനിക്കാണെങ്കിൽ ഭയങ്കര മറവിയാണ്. ഞാൻ ഒരു സാധനം എവിടെ വെച്ചാന്ന് പറഞ്ഞ് ഓർമ്മയില്ല. ഞാൻ പണ്ട് അമ്മൂമ്മയുടെ അവിടെ വെളിയിൽ പോയി ഫുഡ് കഴിക്കാൻ പോയപ്പോൾ കടയിൽ പോയി ബിരിയാണി മേടിക്കാൻ വേണ്ടി പൈസ തന്നിട്ട് ഞാൻ ചേഞ്ച് പോലും മേടിക്കാത്ത ഒരാളാണ്. അങ്ങനെ അമ്മൂമ്മ നീ പൈസയുടെ ബാക്കി ചേഞ്ച് എവിടെയെന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ ഓർത്തത്. എന്നിട്ട് ആ കടയിലുള്ള പുള്ളി പോലും പറഞ്ഞില്ല ഞാൻ ചേഞ്ച് തന്നില്ല എന്നുള്ളൊരു കാര്യം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യം. ഞാൻ എല്ലാ കാര്യങ്ങളും എനിക്ക് ഓർത്തു വയ്ക്കാൻ പറ്റത്തില്ല. പക്ഷെ അമ്മൂമ്മ അങ്ങനെയല്ല. അത് പോയി എടുക്കാൻ നോക്കിയപ്പോൾ അതുപോലും ഈ വന്നവരടിച്ചുകൊണ്ട് പോയി. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ അമ്മൂമ്മ വിളിച്ച് ഇങ്ങനെ ഡെയിലി കരച്ചിലും വിളിയും ഇതെനിക്ക് കേൾക്കാനുള്ള ഒരു ശേഷിയില്ല. എനിക്ക് ഒന്നാമത് ഈ ഡെലിവറി കഴിഞ്ഞതിൻ്റെ അതിൻ്റേതായ സ്ട്രെസ്സുണ്ട്. അങ്ങനെ ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ നല്ലൊരു ജോലിയായിരുന്നു. നല്ല ജോലി എന്ന് വെച്ചാൽ 8 മണിക്കൂർ ജോലിയിൽ അന്നത്തെ ദിവസം ജോലി മൊത്തവും ഞാൻ വേണമെന്ന് വിചാരിച്ചാൽ 1 മണിക്കൂറിനകത്ത് തീർക്കാൻ പറ്റും. അടുത്ത 7 മണിക്കൂർ ഫ്രീയാണ്. അങ്ങനത്തെ ജോലിയാണ് എൻ്റെത്. അതുമാത്രമല്ല ഞാൻ മാനേജ്മെൻറ്റ് ലെവലിൽ കയറിയായിരുന്നു. അപ്പോൾ മാനേജ്മെൻറ്റ് ലെവലിൽ കയറിയതുകൊണ്ട് അതിൻ്റേതായ പേ നല്ല രീതിയിൽ കൂടിയായിരുന്നു. അങ്ങോട്ട് ഞാൻ ടാക്സ് വരെ അടയ്ക്കേണ്ടി വന്നു $4000. 9,000 രൂപ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ എക്സ്ട്രാ ഉണ്ടാക്കിയതിന് ഞാൻ 4,000 അങ്ങോട്ട് ടാക്സ് അടയ്ക്കേണ്ടി വന്നു. അങ്ങനെയൊക്കെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം എക്സ്ട്രാ ഉണ്ടാക്കിയത്. എന്നാലും എൻ്റെ കയ്യിൽ 5,000 എക്സ്ട്രാ ഉണ്ടെന്ന് വെച്ചിട്ട് ഞാൻ വിചാരിക്കുക 5,000 എക്സ്ട്രാ ഉണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് വീട്ടിലേക്ക് ഒരു വീട് മേടിക്കാൻ വേണ്ടി മുമ്പോട്ടേക്ക് മാറ്റി വയ്ക്കാം. ഇതൊക്കെയായിരുന്നു പ്ലാൻ. പക്ഷേ അതിൻ്റെ ഇടയ്ക്കാണ് അപ്പൂപ്പൻ ഇങ്ങനെ സംഭവിച്ചത്. അപ്പോൾ എന്നെ നോക്കി വളർത്തിയവർക്ക് അവസാനം പ്രായമായതിനു ശേഷം അവരെ നോക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ എന്തിനാ ഇത്രയും ഞാൻ പൈസ ഉണ്ടാക്കി അവർക്ക് അയച്ച് എന്തിനാ? എങ്കിൽ ഇവർക്ക് വല്ലതും പൈസ കൊടുത്തിട്ട് എന്നെ നോക്കിയാൽ പോരായിരുന്നോ? അതേപോലെ ഞാനും ഇനി അവസാനം ഞാനിപ്പോൾ മെറ്റേണിറ്റി ലീവ് ടൈം നോക്കി ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നേക്കുക. എന്നെക്കൊണ്ട് ഇവർക്ക് പറ്റുന്ന ഒരു ഹോം നേഴ്സും അല്ലെങ്കിൽ പറ്റുന്ന ഒരു സ്ഥിരം നിൽക്കാൻ പറ്റിയ ഒരു ജോലിക്ക് നിൽക്കുന്ന ഒരാളെ ഏർപ്പാട് ചെയ്ത് ഞാൻ വന്നപ്പോൾ ഈ വീട് എൻ്റെ പൊന്നെ ഈ വീട് മൊത്തവും കുളമായിരുന്നു. കുളമെന്ന് വെച്ചാൽ എനിക്ക് വീട് കണ്ടപ്പോൾ തല കറങ്ങുക. അമ്മാതിരി സാധനങ്ങളാണ് കൂട്ടി 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 വെച്ചേക്കുന്നത്. ഇതൊന്നും നമുക്ക് വൃത്തിയാക്കാൻ ഒരു ദിവസം പോലും വൃത്തിയാക്കി തീർക്കാൻ പറ്റത്തില്ല. ഞാൻ അതേപോലെ മാനേജ്മെൻറ്റ് ലെവൽ ജോലിയാണ് വെട്ടിട്ട് വന്നത്. യോജി ഒരു ലിക്കർ സ്റ്റോറിൽ സൂപ്പർവൈസറായിരുന്നു. എനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു ഇങ്ങനെ എനിക്ക് ഏതെല്ലാം നമുക്ക് ഒരുമിക്കാമെന്ന് പറഞ്ഞപ്പോൾ യോജി അതും വിട്ടിട്ട് വന്നത് എനിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ രണ്ടുപേരും അമ്മൂമ്മ കരയുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം. ഞാനും ഇരുന്ന് കരയും. എൻ്റെയും കരച്ചിൽ കണ്ടിട്ട് യോജി പറഞ്ഞു ഓക്കെ തൽക്കാലത്തേക്ക് നമുക്ക് ഇന്ത്യയിലേക്ക് മാറാം. ഇന്ത്യയിലേക്ക് മാറിയിട്ട് അമ്മൂമ്മയുടെ കാര്യങ്ങളെല്ലാം ഓക്കെ ആക്കാം. അഥവാ അമ്മൂമ്മയുടെ കാര്യങ്ങളെല്ലാം നോക്കാൻ ആരെയും കിട്ടിയില്ലെങ്കിൽ ഞാൻ തന്നെ ഇവിടെ നിൽക്കും. അതാണ് പ്ലാൻ. അപ്പോൾ കമൻറ്റ് സെക്ഷൻസിലെല്ലാവരും നീ മണ്ടത്തരോ കാണിച്ചാൽ വിട്ടിട്ട് വന്നേ. അപ്പോൾ ഒരു ഫോട്ടോ ഇടാം. അപ്പം ഞാനിപ്പോൾ ഇട്ട ഫോട്ടോ എന്ന് വെച്ചാൽ അമ്മൂമ്മേനെ SK ആശുപത്രിയിൽ മോക്ക് 2 മാസം പോലും തികഞ്ഞില്ല. ഞാൻ ഓടിച്ചാടി വന്നത് അമ്മൂമ്മയ്ക്ക് ബ്ലഡ് പ്രഷർ കൂടി ഡോക്ടർ രാത്രി ഉറക്കക്കുളി വരെ കൊടുക്കേണ്ടി വന്നു. അപ്പൂപ്പനില്ലാത്തതുകൊണ്ട് അമ്മൂമ്മ ചെറുതായിട്ട് നല്ല ഡിപ്രഷൻ എന്ന് പറയാം. അമ്മാരി ഡിപ്രഷനല്ല, ഡെയിലി കരച്ചിൽ, ഡെയിലി സ്ട്രെസ്സ്. ഇങ്ങനെ പോയാൽ ഞാൻ തന്നെ അമ്മൂമ്മ ഇങ്ങനെ പോയി ഇങ്ങനെ സ്ട്രെസ്സാക്കിയാൽ അവസാനം അമ്മൂമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയാൽ എന്നെ കൊണ്ട് സഹിക്കാൻ പോലും പറ്റത്തില്ല. ഒരാൾ പോയതിൻ്റെ സങ്കടം എനിക്ക് ആ വീട്ടിൽ കയറി അപ്പൂപ്പ ഇല്ലാത്തതിന് എനിക്ക് ഓരോ തവണയും തിരിഞ്ഞ് അപ്പൂപ്പൻ്റെ ഫോട്ടോ ഒക്കെ കാണുമ്പോൾ എനിക്ക് അതുപോലെ ഒരു വേദനയില്ല. എന്നെ ലാസ്റ്റ് വരെ മക്കളെ വാ നീ എന്നെ നമ്മളെ നോക്ക്, നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ നീ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല അവിടെ എല്ലാവരും നിങ്ങൾ നോക്കാൻ ആൾക്കാരുണ്ടല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങൾ എന്നെ വിളിക്കുന്നത്? ഞാൻ ഇവിടെ ക്യാൻറ്റീനിൽ എന്തെങ്കിലും പൈസ ഉണ്ടാക്കിയാലല്ലേ എനിക്ക് നിങ്ങളെ ഇവിടെ ക്യാൻറ്റീനിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ കുറച്ച് പ്രോപ്പർട്ടിയുടെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇവിടുത്തെ പ്രോപ്പർട്ടിയും കാര്യങ്ങളൊന്നും താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ക്യാൻറ്റീനിലേക്ക് പോയത്. ഈ പ്രോപ്പർട്ടിയും കാര്യങ്ങളും എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പിന്നെ എനിക്കിവിടെ നിന്നാൽ പോരായിരുന്നോ?
ഞാൻ കാനഡയിൽ പോയത് എനിക്ക് എൻ്റേതായ രീതിയിൽ ഓരോ കാര്യങ്ങളും, ഇപ്പം ഞാൻ മാനേജ്മെൻറ്റ് ലെവലിൽ അത്രയ്ക്കും കയറിപ്പോയത് ഞാൻ സാധാ കെയർ ഹോമിലെ ആൾക്കാരെ, ഈ പ്രായമുള്ള ആൾക്കാരെ നോക്കിയാണ് തുടങ്ങിയത്. അങ്ങനെ തുടങ്ങിയിട്ട് അവിടെ നിന്ന് ഞാൻ കയറിയാണ് എനിക്ക് പ്രോഗ്രാം മാനേജറിൻ്റെ വരെ പൊസിഷൻ അപ്ലൈ ചെയ്ത് അവർ തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. ബിക്കോസ് എനിക്ക് മെറ്റേണിറ്റി ലീവിന് ഞാൻ ഇപ്പോൾ പോയിട്ട് വന്നിട്ട് ഞാൻ പിന്നെ പൊസിഷൻ ഓപ്പൺ ആണെങ്കിൽ അപ്ലൈ ചെയ്യാം എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ ഇരുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് അമ്മൂമ്മയ്ക്ക് മോളുടെ കൂടെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്തപ്പോൾ അമ്മൂമ്മ നല്ല ഹാപ്പി ആയിരുന്നു. അങ്ങനെ അമ്മൂമ്മ സാധാരണ ഈ ഉറക്ക ഗുളിക കാര്യങ്ങൾ എത്ര പറഞ്ഞാലും അമ്മൂമ്മ ഒരു കാരണവശാലും അങ്ങനെ എടുക്കുന്ന ഒരാളല്ല. പക്ഷേ ഞാൻ അമ്മൂമ്മയോട് പറഞ്ഞ് നിർബന്ധിച്ചുകൊണ്ട് അതെടുത്തു. അപ്പോൾ ഇനി ഇവിടെ രണ്ടുപേരും എന്നാണ് എൻ്റെ വായിലെപ്പോഴും വരുന്നത് എനിക്ക്, കാരണം ഇവർ രണ്ടുപേരും എന്നാണ് എൻ്റെ മനസ്സിലെപ്പോഴും. ഇനി അമ്മൂമ്മയുടെ കാര്യങ്ങളൊന്നും തീരുമാനമാവാതെ എനിക്ക് എന്തായാലും ഇവിടുന്ന് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഞാൻ മെറ്റേണിറ്റി ലീവിലാണ്. എൻ്റെ കാര്യമെല്ലാം ഓക്കെയാണ്. എനിക്ക് ഇനി ഞാൻ ഇനി 16 മാസം കൂടെ എനിക്ക് പേ കിട്ടുന്നുണ്ട്. അതുമാത്രമല്ല യോജിക്ക് അവിടെ ഇപ്പോൾ നമ്മൾ വരുന്നതിന് മുമ്പേ ഒരു പുള്ളിയായിട്ട് ചെറുതായിട്ടൊരു ബിസിനസ് പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയുടെ അണ്ടറിലാണ് ആദ്യം വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവസാനം ആ പുള്ളി ഇപ്പോൾ വിളിച്ച് പാർട്ട്ണർഷിപ്പ് വേണമെന്ന് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചായിരുന്നു. അങ്ങനെ നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് ഇനി നമുക്ക് കമ്മീഷൻ ബേസ്ഡ് ആയിട്ട് നമുക്കിനി ആ ഒരു ബിസിനസ്സായിട്ട് മുമ്പോട്ട് തൽക്കാലത്തേക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ജോജി ആ കാര്യങ്ങളെല്ലാം ഓൺലൈൻ വഴി നോക്കിയാൽ മതി. അവർക്ക് ഇങ്ങനെ ഓൺലൈനായിട്ട് കാനഡയിലേക്ക് ഉള്ള, അതായത് എനിക്ക് കറക്റ്റ്ലി അറിയത്തില്ല അതെന്താണ്, നമ്മുടെ റോഡ് താറൊക്കെ ഇടുന്നത് എനിക്കറിയത്തില്ല കറക്റ്റ്ലി, അതേപോലെ എന്തോ ഒരു പരിപാടിയാണ്. അപ്പോൾ അതിനാ നമ്മൾ ആളെ പിടിച്ചു കൊടുക്കുക, അങ്ങനെ എന്തൊക്കെയൊക്കെ കാര്യങ്ങൾ ചെയ്യണം. പിന്നെ ഓരോ സ്ക്വയർ അനുസരിച്ചാണ് കറക്റ്റ്ലി എനിക്കറിയത്തില്ല എന്നെക്കുറിച്ചൊന്നും. പക്ഷേ അതെന്തായാലും അതിൻ്റെ ഇൻകം ഇപ്പോൾ വന്നു തുടങ്ങി. ആദ്യം ഇനീഷ്യൽ നമ്മൾ ആ പ്രഗ്നൻസി ടൈമിൽ അതിനെക്കുറിച്ച് അന്വേഷിച്ച് ഓരോ കാര്യങ്ങൾ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് അതിൻ്റെ ഇൻകം യോജിക്ക് വന്നു തുടങ്ങിയത്. അപ്പോൾ ഒരിക്കൽ വന്നു തുടങ്ങിയാൽ ആ വരുന്ന ഇൻകം നമുക്ക് സ്റ്റേബിളായിട്ട് എപ്പോഴും കിട്ടും. അത് എത്ര വർഷമാണെങ്കിലും കിട്ടും. പിന്നെ അതിൽ എക്സ്ട്രാ കമ്മീഷൻ വേണമെങ്കിൽ നമ്മൾ ഓരോന്ന് ചെയ്യുന്നതനുസരിച്ച് അതിൽ കമ്മീഷൻ പോലെ കിട്ടും. അപ്പോൾ എന്തായാലും ആ ബിസിനസ് പാർട്ട്ണർഷിപ്പ് ഒന്ന് ഓക്കെ ആയതുകൊണ്ട് ഒരു ഭാഗ്യമായി. അപ്പോൾ പിന്നെ യോജിക്ക് അതുമായി. എനിക്ക് ഇനി ആക്ച്വലി യോജിയുടെ അതുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട എനിക്ക്. ഞാൻ പിന്നെ മെറ്റേണിറ്റി ലീവ് എനിക്ക് അതിൻ്റെ പൈസയും കിട്ടുകയും ചെയ്തു. പിന്നെ യോജിയുടെ ഇൻകമും ഇതും ആകുമ്പോഴത്തേക്കും തന്നെ നല്ല. പിന്നെ ഞാൻ ഇനി ജോലിക്ക് പോകേണ്ട ആവശ്യം പോലും ഇല്ല. മോക്ക് ഒരു 2 വയസ്സൊക്കെ ആവുന്ന സമയം ആകുമ്പോഴത്തേക്കും ഞാനും എന്തെങ്കിലും ബിസിനസ് കാര്യങ്ങളായിരിക്കും നോക്കുന്നത്. കാരണം ഡെയിലി രാവിലെ തൊട്ട് വൈകിട്ട് വരെ എനിക്ക് ജോലിക്ക് പോയിരുന്ന് ഉള്ളൊരു ലൈഫിന് താല്പര്യമില്ല. ബിക്കോസ് ലിയൻ്റെ കാര്യം എനിക്കൊന്നും നോക്കാൻ പറ്റാതെയായി ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഞാൻ വന്നത് അമ്മൂമ്മയ്ക്ക് വേണ്ടിയാണ്. അമ്മൂമ്മയ്ക്ക് വേണ്ടി മാത്രമാണ് മെയിൻലി വന്നത്. പിന്നെ ഇനി പാർട്ട് 2 ഞാൻ സെക്കൻഡ് റീസൺ എന്താണ് ഞാൻ ഇവിടേക്ക് മൂവ് ചെയ്തത് മീൻസ് 100% ഞാൻ ഇപ്പോൾ മൂവ് ചെയ്തിട്ടില്ല. 1 ഇയർ എന്തായാലും ഞാൻ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഓക്കെ ആവുകയാണെങ്കിൽ ഞാൻ തിരിച്ചു പോകും, അല്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ കാണും. അപ്പോൾ എൻ്റെ അമ്മൂമ്മ നല്ല ഹാപ്പിയാണ് ഞാൻ വന്നതിൽ. എന്തായാലും നമ്മൾ വന്ന് കുറച്ച് ദിവസം ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അമ്മൂമ്മയ്ക്ക് ഇപ്പോൾ കൂട്ടുന്ന ഒരാളുണ്ട്. അപ്പം ഞാൻ വന്ന് യോജിയുടെ ചേച്ചിയുടെ വീട്ടിൽ നിൽക്കുകയാണ് ഇന്ന്. അപ്പോൾ ഇന്നലെ നല്ല ഉറക്കം കിട്ടി. ലിയാനും കളിക്കാൻ അവിടെ അവൻ്റെ കസിൻസൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് റെസ്റ്റ് കിട്ടി. അമ്മൂമ്മയുടെ ഒരു കസിൻ്റെ മോള് ഗിരിജ വല്യമ്മ എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരത്തി ഉണ്ട്. അവർ വീട്ടിൽ നിൽക്കുക അമ്മൂമ്മയുടെ കൂട്ട്. അപ്പോൾ അമ്മൂമ്മയ്ക്കും കൂട്ടിന് ആളായി. നമുക്ക് 2 ദിവസം ഒന്ന് റെസ്റ്റ് എടുക്കണം. നമ്മൾ വന്ന അന്ന് തൊട്ട് നമുക്ക് ജോലിക്ക് ഒരാൾ ഇല്ലായിരുന്നു. അപ്പം നമ്മളെല്ലാ വീടിൻ്റെ കാര്യം പെട്ടിയും മാറ്റുന്നു, അങ്ങനെ 100 കാര്യങ്ങളുണ്ടായിരുന്നു. ലീയൻ്റെ സ്കൂളിൽ ചേർക്കുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് ഇപ്പോൾ സെറ്റിലായി. ഇനി ആകെ എനിക്ക് ചെയ്യാൻ കൊണ്ട് ബാങ്കിൽ പോയിട്ട് മറ്റേ നിങ്ങൾക്ക് ഇവിടെ എല്ലാം ഗൂഗിൾ പേ ആണല്ലോ, നമുക്കവിടെ ആപ്പിൾ പേ ആണ്. അതേപോലെ ഗൂഗിൾ പേ, പേടിഎം, ഫോൺ പേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. അതും കൂടെ സെറ്റ് ചെയ്താൽ നമ്മൾ ഓക്കെയാണ്. സോ ഇതാണ് പാർട്ട് 1 റീസൺ വൈ ഐ മൂവ് ടു ഇന്ത്യ. വ്ളോഗ് ഇടും. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വ്ളോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ടു ലൈക്ക്,